നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. ആഴ്ചകളോളം നീണ്ട അഭ്യൂഹങ്ങൾക്കും കോൺഗ്രസിനുള്ളിൽ പ്രകടമായ അസ്വസ്ഥതകൾക്കും ശേഷം മുതിർന്ന നേതാവായ ശശി തരൂർ വ്യാഴാഴ്ച പാർട്ടിയുടെ ഉന്നത നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി. രാഹുൽ ഗാന്ധിയുമായും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി നടന്ന ഏകദേശം 2 മണിക്കൂർ ചർച്ചയെ ഇരുപക്ഷത്തു നിന്നുള്ളവർ ക്രിയാത്മകവും പോസിറ്റീവായതുമായി വിശേഷിപ്പിച്ചു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാനുള്ള പാർട്ടിയുടെ ശ്രമത്തെ ഈ കൂടിക്കാഴ്ച സൂചിപ്പിക്കുന്നു. എല്ലാ വിഷയങ്ങളും സാഹോദര്യത്തിന്റെ സ്പിരിറ്റിൽ സൗഹൃദപരമായും ക്രിയാത്മകമായും ചർച്ച ചെയ്യാൻ അവസരം ലഭിച്ചതിനെ താൻ പോസിറ്റീവായി കാണുന്നു. ഇത് ഒരു പാർട്ടിയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാമെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഇവരെൻ്റെ 2 നേതാക്കളാണ്. ഒരു വശത്ത് കോൺഗ്രസ് അധ്യക്ഷൻ, മറുവശത്ത് തൻ്റെ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ്. വളരെ ക്രിയാത്മകമായ ഒരു സംഭാഷണം നടത്താൻ അവസരം ലഭിച്ചു. വളരെ പോസിറ്റീവായി ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ടു പോകും. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശശി തരൂർ പറഞ്ഞത് ഇങ്ങനെയാണ്: കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ ഉയർത്തിക്കാട്ടാനുള്ള അഭ്യൂഹങ്ങൾ അദ്ദേഹം നിഷേധിച്ചു. താൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല, താൻ തിരുവനന്തപുരം MP ആണ്. അവിടെയുള്ള ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ പാർലമെന്റിൽ സംരക്ഷിക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണ്. പാർട്ടി വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് കേരളത്തിലും ദേശീയതലത്തിലും പാർട്ടിയിൽ അംഗീകരിക്കാത്തതിൻ്റെയും രാഷ്ട്രീയപരമായ ഇടത്തിൻ്റെയും കുറവ് നേരിടുന്നതായുള്ള അതൃപ്തി വർദ്ധിച്ചതിനെ തുടർന്നാണ് തരൂർ ഈ കൂടിക്കാഴ്ച ആവശ്യപ്പെട്ടത്. 4 തവണ MP-യും സംസ്ഥാനത്ത് നിന്നുള്ള 3 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളിൽ ഒരാളുമായ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിനും സംഭാവനകൾക്കും വേണ്ടത്ര അംഗീകാരം ലഭിക്കുന്നില്ലെന്നുള്ളതാണ് പ്രധാന പരാതിയായി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. മറുവശത്ത് വിദേശ നയത്തിൻ്റെയും മറ്റു ചില വിഷയങ്ങളിലെയും തരൂറിൻ്റെ സമീപകാല പൊതുപ്രസ്താവനകളിൽ കോൺഗ്രസ് നേതൃത്വത്തിന് അസ്വസ്ഥതയുണ്ടായിരുന്നു. ഇത് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിൽ നിന്ന് വ്യതിചലിക്കുന്നതായി തോന്നിപ്പിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട തന്ത്രപരമായ യോഗങ്ങൾ ഉൾപ്പെടെ ചില പ്രധാന പാർട്ടി യോഗങ്ങളിൽ തരൂർ വിട്ടുനിന്നിരുന്നു. ജനുവരി 19 കൊച്ചിയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വിജയികളെ അനുമോദിക്കാൻ സംഘടിപ്പിച്ച മഹാപഞ്ചായത്ത് റാലിയിൽ രാഹുൽ ഗാന്ധി വേദിയിലുണ്ടായിരുന്ന പല മുതിർന്ന നേതാക്കളെയും അഭിനന്ദിച്ചെങ്കിലും വേദിയിലുണ്ടായിരുന്നിട്ടും തരൂരിൻ്റെ പേര് പരാമർശിച്ചില്ല. ഈ ഒഴിവാക്കൽ തരൂരിനെ വല്ലാതെ വേദനിപ്പിച്ചതായി സൂചനയുണ്ട്. വ്യാഴാഴ്ച കൂടിക്കാഴ്ചയിൽ ഈ വിഷയങ്ങളെല്ലാം തുറന്ന് സംസാരിച്ചതായാണ് വിവരം. പാർട്ടിയിലെ തരൂരിൻ്റെ പങ്ക്, കേരള ഘടകവുമായുള്ള ഏകോപനം, നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഐക്യത്തിൻ്റെ ആവശ്യകത എന്നിവയുൾപ്പെടെ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഒരു ഇടനിലക്കാരൻ്റെ റോൾ വഹിച്ച ഖാർഗെ ഇരുപക്ഷത്തിനും ആശങ്കകൾ പ്രകടിപ്പിക്കാൻ അവസരം നൽകി. രാഹുൽ ഗാന്ധി തരൂരിന് പാർട്ടിക്കുള്ളിലെ പ്രാധാന്യം ഊന്നിപ്പറയുകയും എല്ലാ മുതിർന്ന നേതാക്കളെയും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത സൂചിപ്പിക്കുകയും ചെയ്തതായാണ് സൂചന. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തരൂർ സാമൂഹിക മാധ്യമത്തിൽ തൻ്റെ സംതൃപ്തി പങ്കുവച്ചു. കൂടിക്കാഴ്ചയിൽ ഞാൻ വളരെ സംതൃപ്തനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് വിവിധ വിഷയങ്ങളിൽ നടന്ന ഊഷ്മളവും ക്രിയാത്മകവുമായ ചർച്ചകൾക്ക് കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെജിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും നന്ദി. ഇന്ത്യയിലെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിൽ ഞങ്ങൾ ഒരേ അഭിപ്രായക്കാരാണ്. 3 നേതാക്കളും ഒരുമിച്ചുള്ള ഒരു ചിത്രം അദ്ദേഹം പങ്കുവച്ചു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.